അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ വുദൂഇനെ കുറിച്ചാണ് അമലിയാത്തിൽ ഇതുവരെ പഠിച്ചത് അല്ലേ? വുദൂഇൻ്റെ ഷർത്തുകളെക്കുറിച്ചും വുദൂഇൻ്റെ ഫർളുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വുദൂഇൻ്റെ സുന്നത്തുകളാണ്. വുദൂഇന് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേതാനും ചിലതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വുദൂ ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. ഇത് നമ്മൾ ചൊല്ലാറുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ വുദൂ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങേണ്ടത്. നമ്മളിത് ചെയ്യാത്തവരാണെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. നമ്മൾ എപ്പോഴൊക്കെയാണ് ബിസ്മി ചൊല്ലാറുള്ളത്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങേണ്ടത്. നിങ്ങളത് ചെയ്യാറില്ലേ? ചെയ്യാത്തവർക്ക് ഉമ്മമാർ പറഞ്ഞു തരാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്താൽ നമുക്ക് ബറക്കത്തുണ്ടാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ പാഠം വായിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെയാണ് വുദൂ ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൻ്റെ ആദ്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായിട്ടും ഒരാൾ ചൊല്ലുന്നില്ല എങ്കിൽ ബിസ്മില്ലാഹി എന്ന് മാത്രം ചൊല്ലിയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടക്കത്തിൽ ചൊല്ലാൻ നമ്മൾ മറന്നുപോയാൽ പിന്നീട് ഓർമ്മ വരുന്ന സമയത്ത് ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലൽ നമുക്ക് സുന്നത്തുണ്ട്. തുടക്കത്തിൽ നമ്മൾ ചൊല്ലാൻ മറന്നാൽ പിന്നീട് നമുക്ക് ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇതാണ് വുദൂഇൻ്റെ സുന്നത്തുകളിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് കൈപ്പത്തി കഴുകുക. കൈപ്പത്തി രണ്ടും കഴുകൽ. വുദൂഇൻ്റെ ഫർള് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു. വുദൂഇൻ്റെ ഫർള് എന്താ? ഒന്നാമത്തെ ഫർള് നിയ്യത്ത് ചെയ്യൽ. രണ്ടാമത് പറഞ്ഞത് മുഖം കഴുകൽ അല്ലേ? മുഖം കഴുകുന്ന സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒക്കെയും. ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞില്ലേ സുന്നത്ത്? ഇതൊക്കെയും സുന്നത്താണ്, ഫർളല്ല. ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധമായത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധമില്ല, ചെയ്താൽ നമുക്ക് കൂലി ലഭിക്കും. അതാണ് സുന്നത്തായ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ. രണ്ടാമത് നമ്മൾ പറയുന്നത് കൈപ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഒരു എല്ലുണ്ട് അല്ലേ? ഈ ഭാഗത്ത് ഇവിടെ നിന്നും കേട്ടുള്ള ഭാഗം ഇതാണ് നമ്മുടെ കൈപ്പത്തി. അതേമാതിരി ഈ കയ്യിനുമുണ്ട് അല്ലേ? ഈ കൈപ്പത്തി മുഴുവനും കഴുകുക. കൈപ്പത്തി കഴുകുക, അതായത് മുൻകൈ, കയ്യിൻ്റെ മുൻഭാഗം. മുൻഭാഗം എന്ന് പറഞ്ഞാൽ ഈ എല്ല് മുതലുള്ള ഇവിടെ നിന്ന് കേട്ടുള്ള ഭാഗം. ഇതാണ് ഈ കൈപ്പത്തി രണ്ടും കഴുകലാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ സുന്നത്ത് ഈ കൈപ്പത്തി രണ്ടും കഴുകൽ എന്നതാണ്. ഇത് നമ്മൾ എത്ര പ്രാവശ്യം കഴുകലുണ്ട്? 3 പ്രാവശ്യം കഴുകലുണ്ട് അല്ലേ? 3 പ്രാവശ്യം വെള്ളമെടുത്ത് 3 പ്രാവശ്യം നമ്മൾ കഴുകലുണ്ട്. ഒരു പ്രാവശ്യം കഴുകും, പിന്നെയും വെള്ളമെടുക്കും, പിന്നെയും കഴുകും, പിന്നെയും വെള്ളമെടുക്കും, പിന്നെയും കഴുകും അല്ലേ? ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ കഴുകാറുണ്ട്. ഇങ്ങനെ 3 പ്രാവശ്യം കൈപ്പത്തി കഴുകണം. ഇതാണ് നമ്മൾ രണ്ടാമത് പഠിക്കുന്ന സുന്നത്ത്. മൂന്നാമത് നമ്മൾ പഠിക്കുന്ന സുന്നത്ത് നമ്മുടെ പല്ലുകൾ, അതുപോലെ തന്നെ നാക്ക്, ഇതൊക്കെയും ബ്രഷ് ചെയ്യൽ. നമ്മൾ ബ്രഷ് ചെയ്യാറില്ലേ? രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ? രാവിലെ എണീച്ച ഉടനെ നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ? വായ്നാറ്റമുണ്ടാവും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ അല്ലേ? അതൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല്ലുകളിൽ മാത്രമല്ലേ ഉരക്കാറുള്ളത്? ബ്രഷ് കൊണ്ട് പല്ലുകളിൽ മാത്രമാണ് നമ്മൾ ഉരക്കാറുള്ളത് അല്ലേ?
ബ്രഷിൽ പേസ്റ്റ് തേച്ച് നമ്മൾ പല്ലുകളിൽ ഇങ്ങനെ ഉരക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട്. എന്നാൽ നാക്കിൽ നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? എങ്കിൽ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും നാക്കിലും നമ്മൾ ബ്രഷ് ചെയ്യണം. പതിയെ ഉരക്കണം. നാക്കിന് മുറിവ് പറ്റാത്ത രൂപത്തിൽ പതിയെ പതിയെ നാക്കിൽ ഉരക്കണം. കേട്ടോ? ഇങ്ങനെ പല്ലുകളിലും നാക്കിലും ബ്രഷ് ചെയ്യൽ സുന്നത്താണ്, വുളൂഇൻ്റെ സുന്നത്താണ്. അതായത് ഏത് സമയത്ത് നമ്മൾ വുളൂ ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ പല്ലിലും നാക്കിലും ബ്രഷ് കൊണ്ട് ഉരക്കണം. കേട്ടോ? നമ്മൾ രാവിലെ എണീച്ചപ്പോൾ ബ്രഷ് ചെയ്തിട്ടുണ്ട്, ശരി തന്നെ. അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്തു, എങ്കിലും വുളൂ ചെയ്യുമ്പോഴൊക്കെയും ഈ സുന്നത്ത് നമുക്കുണ്ട്. ളുഹർ നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്നു, അതുപോലെ തന്നെ അസർ നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്നു, മഗ്‌രിബിന് വേണ്ടി വുളൂ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ദിവസം 5 തവണക്ക് വുളൂ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? ആ സമയത്തൊക്കെയും ഇതുപോലെ പല്ലുകളിലും നാക്കിലും ബ്രഷ് കൊണ്ട് ഉരക്കൽ നമുക്ക് സുന്നത്തുണ്ട്. ഇത് ഇനി മുതൽ ശ്രദ്ധിക്കണം. നമ്മൾ രാവിലെ പല്ല് തേച്ചവരാണെങ്കിലും ളുഹർ നമസ്കരിക്കാൻ പോകുമ്പോൾ വീണ്ടും വുളൂ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പല്ല് തേക്കൽ സുന്നത്തുണ്ട്. അസറിന് വീണ്ടും വുളൂ ചെയ്യുമ്പോൾ അസർ നമസ്കരിക്കാൻ വേണ്ടി വീണ്ടും വുളൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ സുന്നത്തുണ്ട്. ഇങ്ങനെ എപ്പോഴൊക്കെയും നമ്മൾ വുളൂ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെയും ഈ സുന്നത്ത് നമുക്കുണ്ട്. ഇതാണ് നമ്മൾ മൂന്നാമതായി പഠിക്കുന്ന സുന്നത്ത്. ഇപ്പോൾ 3 സുന്നത്തുകൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി ഞാൻ പാഠം വായിക്കും, നിങ്ങളെല്ലാവരും അത് കേട്ടിരിക്കണം. കേട്ടോ? എല്ലാവരും പുസ്തകം എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 6. വുളൂഇൻ്റെ സുന്നത്തുകൾ. എന്താ വായിച്ചത്? വുളൂഇൻ്റെ സുന്നത്തുകൾ. ഷർത്തുകളും ഫർളുകളും പാലിക്കപ്പെട്ടാൽ, എന്താ വായിച്ച് ശ്രദ്ധിച്ചോ? പാലിക്കപ്പെട്ടാൽ വുളൂഇ സാധുവാകുമെങ്കിലും. എന്താ വായിച്ചത്? സാധു. കണ്ടോ? ദാലിന് ശേഷം ഹാ നമ്മുടെ ഉച്ചാരണത്തിൽ അത് വരണം. വായിക്കുമ്പോൾ ശബ്ദം അതുപോലെ തന്നെ വരണം. സാധു. സാധുവാകുമെങ്കിലും പൂർണ്ണതക്കു സുന്നത്തുകൾ കൂടി ചെയ്യണം. എന്താ പറഞ്ഞത്? ഷർത്തുകളും ഫർളുകളും പാലിക്കപ്പെട്ടാൽ, നമ്മൾ കുറേ ഷർത്തുകൾ പറഞ്ഞു വുളൂവിന്, അതുപോലെ തന്നെ കുറേ ഫർളുകൾ പറഞ്ഞു. ഇതൊക്കെയും പാലിക്കപ്പെട്ടാൽ വുളൂ സാധുവാകും, വുളൂ ശരിയാകും. വുളൂ ശരിയാകണമെങ്കിൽ ഷർത്തുകളും ഫർളുകളും നമ്മൾ പാലിച്ചിരിക്കണം. അല്ലാതിരുന്നാൽ നമ്മുടെ വുളൂ തന്നെ ശരിയാവുകയില്ല. എന്നാൽ വുളൂ പരിപൂർണമാകണമെങ്കിൽ സുന്നത്തുകൾ നമ്മൾ പാലിക്കണം, സുന്നത്തുകൾ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് വുളൂ പരിപൂർണമാവുക. അതാണ് പറയുന്നത്, ഷർത്തുകളും ഫർളുകളും പാലിക്കപ്പെട്ടാൽ വുളൂ സാധുവാകുമെങ്കിലും പൂർണ്ണതക്കു സുന്നത്തുകൾ കൂടി ചെയ്യണം. പൂർണ്ണതക്ക് പരിപൂർണമാകണമെങ്കിൽ സുന്നത്തുകൾ കൂടി ചെയ്യണം. വുളൂഇൻ്റെ സുന്നത്തുകളിൽ ചിലതു പഠിക്കാം. എന്താ വെച്ചത്? വുളൂഇൻ്റെ സുന്നത്തുകളിൽ ചിലതു പഠിക്കാം. പഠിക്കാം. കണ്ടോ നിങ്ങൾ? പഠി ഹ എന്നെ കണ്ടില്ലേ? അത് നമ്മൾ ഉച്ചാരണത്തിൽ വരണം. പഠിക്കാം. 1. വുളൂഇൻ്റെ ആരംഭത്തിൽ കണ്ടോ? മീമ് കഴിഞ്ഞിട്ട് ബാ കഴിഞ്ഞിട്ട് ഒരു ഹാ എന്ന് എഴുതിയുണ്ടോ? ഒരു പ്രത്യേക രൂപത്തിൽ അങ്ങനെയൊക്കെ എഴുതാൻ പഠിക്കണം. അത് നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. എന്താ വായിക്കുന്നത്? ആരംഭ. ഭരണി എന്ന് എഴുതുന്ന ഭാല്ലേ, അതുപോലെയാണ് ആരംഭം എന്ന് എഴുതുക. അപ്പോൾ ആരംഭത്തിൽ ബിസ്മി ചൊല്ലൽ. ഒന്നെന്താ പറഞ്ഞത്? വുളൂഇൻ്റെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലൽ. ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ. വുളൂഇൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലൽ എങ്ങനെ ചൊല്ലുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ബിസ്മി ചൊല്ലുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. കേട്ടോ? അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ്.
ബിസ്മില്ലാ എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ മുഴുവനായിട്ട് പറഞ്ഞില്ല, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നിർത്തിയാലും മതിയാകുന്നതാണ്. ആദ്യത്തിൽ ബിസ്മി ചൊല്ലാൻ വിട്ടുപോയത്, എങ്ങനെ വായിച്ചത്? വിട്ടുപോയത്. ഓർമ്മയായാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്നു ചൊല്ലണം. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടക്കത്തിൽ ചൊല്ലാൻ മറന്നു, ഇടയ്ക്ക് വെച്ചാണ് ഓർമ്മ വന്നത്. എന്നാലോ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. അതാ പറഞ്ഞത്, ആദ്യത്തിൽ ബിസ്മി ചൊല്ലാൻ വിട്ടുപോയത് ഓർമ്മയായാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്നു ചൊല്ലണം. ഇതാണിപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന സുന്നത്ത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന സുന്നത്ത് മുൻകൈ കഴുകൽ. എന്താ വായിക്കുന്നത്? മുൻകൈ കഴുകൽ. മുൻകൈ എന്ന കൈയിൻ്റെ മുൻഭാഗം, അതായത് നമ്മുടെ കൈപ്പത്തി. രണ്ട് കൈപ്പത്തി പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ രണ്ട് എല്ലുകൾ, ഇവിടെ ഒരു എല്ലും ഇവിടെ ഒരു എല്ലും കാണും അല്ലേ? ഈ എല്ലുകൾക്ക് ഇപ്പുറമുള്ള ഭാഗമാണ് കൈപ്പത്തി അല്ലേ? ഇത് നമ്മൾ കൈപ്പത്തി എന്നല്ലേ പറയാം. മുൻകൈ കഴുകണം എന്ന് പറഞ്ഞാൽ ഈ കൈപ്പത്തി കഴുകണം കേട്ടോ. കൈപ്പത്തി മുഴുവനായിട്ടും കഴുകണം, രണ്ട് കൈപ്പത്തികളും മുഴുവനായിട്ടും കഴുകണം. ഇതാണ് രണ്ടാമത് പറയുന്ന സുന്നത്ത്. 3, പല്ലിലും നാവിലും ബ്രഷ് ചെയ്യൽ. പല്ലിലും നാവിലും ബ്രഷ് കൊണ്ട് ഉരക്കണം. പതിയെ ഉരക്കണം, നമുക്ക് മുറിവ് പറ്റാത്ത രൂപത്തിൽ പതിയെ ഉരക്കണം കേട്ടോ. പല്ലിലും നാക്കിലും. നാക്കിലെങ്ങനെ? ഇങ്ങനെ നീളത്തിലാണ് ഉരക്കുക അല്ലേ? പല്ലിൽ നമ്മൾ ഇങ്ങനെ ഉരക്കും അല്ലേ? ഇങ്ങനെയല്ലേ പല്ലിൽ ഉരക്കൽ? എന്നാൽ ഇങ്ങനെ പല്ലിൽ ഉരക്കുമ്പോൾ നാക്കിൽ നമ്മൾ ഇങ്ങനെ നാക്ക് നീട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നാക്കിൽ ഉരക്കണം ബ്രഷ് കൊണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യൽ നമുക്ക് സുന്നത്തുണ്ട്. അതാണ് നമ്മൾ മൂന്നാമത് പഠിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ശരി, ഞാൻ ഒരു തവണ കൂടി വായിക്കാം, നിങ്ങളെൻ്റെ കൂടെ പതിയെ വായിക്കണം. ശരി. പാഠം 6, വുളൂഇൻ്റെ സുന്നത്തുകൾ. ഷർത്തുകളും ഫർളുകളും പാലിക്കപ്പെട്ടാൽ. എന്താ വായിച്ചത്? പാലിക്കപ്പെട്ടാൽ വുളൂഅ് സാധുവാകുമെങ്കിലും, വുളൂഅ് സാധുവാകുമെങ്കിലും പൂർണ്ണതക്കു സുന്നത്തുകൾ കൂടി ചെയ്യണം. പൂർണ്ണതക്കു സുന്നത്തുകൾ കൂടി ചെയ്യണം. വുളൂഇൻ്റെ സുന്നത്തുകളിൽ ചിലതു പഠിക്കാം. ചിലതു പഠിക്കാം. 1, വുളൂഇൻ്റെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. എന്താ വായിച്ചത്? അതിൻ്റെ പൂർണ്ണരൂപം. ബിസ്മില്ലാഹി എന്നു പറഞ്ഞാലും മതിയാകുന്നതാണ്. ബിസ്മില്ലാ എന്നു പറഞ്ഞാലും മതിയാകുന്നതാണ്. ആദ്യത്തിൽ ബിസ്മി ചൊല്ലാൻ വിട്ടുപോയത് ഓർമ്മയായാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. എന്താ ചൊല്ലുന്നത്? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്നു ചൊല്ലണം. 2, മുൻകൈ കഴുകൽ. എന്താ വെച്ചത്? മുൻകൈ കഴുകൽ. 3, പല്ലിലും നാവിലും ബ്രഷ് ചെയ്യൽ. എന്താ വെച്ചത്? പല്ലിലും നാവിലും ബ്രഷ് ചെയ്യൽ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വുളൂഇൻ്റെ സുന്നത്തുകൾ അല്ലേ? അവയിൽ നിന്ന് 3 പഠിച്ചു. വുളൂഇൻ്റെ പരിപൂർണതയ്ക്ക് സുന്നത്തുകൾ ആവശ്യമാണെന്നും പറഞ്ഞു. പിന്നെ വുളൂഇൻ്റെ സുന്നത്തുകളിൽ നിന്ന് 3 പറഞ്ഞു. ഏതൊക്കെയാ? 1, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് വുളുവിൻ്റെ ആരംഭത്തിൽ ചൊല്ലൽ എന്ന് പറഞ്ഞാൽ വുളുവിൻ്റെ തുടക്കത്തിൽ ചൊല്ലൽ. 2 കൈപ്പത്തി രണ്ടും കഴുകൽ അല്ലേ, മുൻകൈ കഴുകൽ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് കൈപ്പത്തി രണ്ടും കഴുകൽ. 3 നമ്മൾ പറഞ്ഞത് പല്ലിലും നാക്കിലും ബ്രഷ് ചെയ്യൽ അല്ലേ, ബ്രഷ് കൊണ്ട് ഉരക്കൽ. ഇങ്ങനെ 3 സുന്നത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇത് മറക്കുമോ? ഇല്ല, മറക്കാൻ പാടില്ല കേട്ടോ. എല്ലാവരും ഇത് കാണാതെ പഠിക്കണം. ഇനി എല്ലാവരും ഈ പാഠഭാഗം തെറ്റാതെ വൃത്തിയിൽ എഴുതുകയും ഇത്രയും പാഠഭാഗം തെറ്റാതെ വായിച്ച് പഠിച്ച് തെറ്റാതെ വായിക്കുന്ന വീഡിയോ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.